ഹലോ, എൻ്റെ പേര് സന്ധ്യ. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കൂൺ അല്ലെങ്കിൽ മഷ്റൂം ഉപയോഗിച്ചൊരു തോരനാണ്. അപ്പോൾ ഇതിന് ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട ശേഷം ലൈക്ക്, ഷെയർ, കമൻറ്റ്. മഷ്റൂം തോരൻ ഉണ്ടാക്കാനായിട്ട് ഒരു പാനിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി. അതിലേക്ക് കടുക് ചേർക്കാം. കടുകൊന്ന് നന്നായിട്ട് പൊട്ടട്ടെ. കടുക് പൊട്ടുമ്പോൾ നമുക്ക് ചുവന്ന മുളക് ചേർക്കാം. അതിൻ്റെ ഒപ്പം തന്നെ കരിവേപ്പിലയും ചേർക്കാം. അടുത്തത് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ സവാള ചേർക്കാം. സവാള ഒന്ന് കളറ് മാറുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കാം. അടുത്തത് കൂന് അല്ലെങ്കിൽ മഷ്റൂം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇതിലേക്ക് ചേർക്കാം. ബട്ടൺ മഷ്റൂമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് ചേർത്താൽ മതി. എന്താ വെച്ചാൽ ഈ മഷ്റൂം കുക്കാവുമ്പോൾ ഇതിൻ്റെ പകുതി ക്വാണ്ടിറ്റിയെ കാണുള്ളൂ. അപ്പോൾ കുറേശ്ശെ ഉപ്പ് ചേർക്കുക. ഉപ്പും കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. മഷ്റൂം നന്നായിട്ട് വെന്ത് വരട്ടെ. മഷ്റൂം വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയതും വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് കുരുമുളകും കുറച്ച് പെരിഞ്ജീരകവും ഇതൊന്ന് ചതച്ചെടുക്കാം. മഷ്റൂം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതിലെ വെള്ളം മുഴുവൻ വറ്റിയിട്ടുണ്ട്. തേങ്ങ ഞാൻ ചതച്ചെടുത്തു. ഇനി ഈ മിക്സ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സ്റ്റേജിൽ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കുക. ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് ഇതിൽ കിടന്ന് കുക്കായിക്കോട്ടെ. തോരൻ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് ചൂടോടെ വിളമ്പാൻ റെഡിയാണ്. തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സാധാരണ ഊണിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.